നിങ്ങൾ വികാരാവേശം കൊണ്ട് ദേഷ്യപ്പെട്ട് എല്ലാ കാര്യങ്ങളും താറുമാറാക്കുന്നു, എല്ലാവരോടും കയർത്ത് സംസാരിക്കുന്നു. അല്ല, ഞാനും ഇങ്ങനെ പെരുമാറാറുണ്ടായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ ജീവിതം കുറെ പാഴാക്കി എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഞാനത് പാഴാക്കാൻ പോകുന്നില്ല. കാരണം ദൈവം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടു, ജോയ്സ്, നിനക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? ഒരിക്കൽ എനിക്ക് ഡേവിനോട് ദേഷ്യം തോന്നി. കാരണം അദ്ദേഹം ഫുട്ബോൾ കണ്ടതാണ്. എനിക്കത് കാണുന്നത് ഇഷ്ടമല്ല. പകരം അദ്ദേഹം എന്റെ കൂടെ ഇരിക്കണം. ഞാൻ ആഴ്ച മുഴുവനും കുട്ടികളോടൊത്ത് വീട്ടിലിരിക്കുകയല്ലേ. അദ്ദേഹവും പുറത്തുപോയി ജോലി ചെയ്യുന്നതിന് ചിന്തിക്കാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ എന്റെ കാര്യമേ ചിന്തിച്ചിരുന്നുള്ളൂ. അദ്ദേഹം വീണ്ടും ഫുട്ബോൾ കളി കാണുന്നത് എനിക്ക് സഹിച്ചില്ല. അന്നൊക്കെ ഞാൻ ദേഷ്യം വന്നാൽ ഉടൻ തന്നെ വീട് വൃത്തിയാക്കും. ദേഷ്യം വരുമ്പോൾ ഞാൻ ജോലിയെടുക്കും. കാരണം അദ്ദേഹം കളി രസിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കണം. ഞാൻ ശബ്ദമുണ്ടാക്കി ജോലി ചെയ്യുകയും ചെയ്യും. നിശബ്ദമായി ജോലി ചെയ്യില്ല, ശബ്ദമുണ്ടാക്കും. എന്നിട്ട് ഞാൻ വീട്ടിലെ ചെറിയ ബാത്റൂമിൽ കയറി കതകടച്ചിരിക്കും. അവിടെ കുത്തിയിരുന്ന് ഞാൻ ഉറക്കെ തല ഷെൽഫിൽ ചായച്ച്, ഷെൽഫും കെട്ടിപ്പിടിച്ച് കരയുന്നതിനേക്കാൾ സഹതാപകരമായിട്ട് ഒന്നുമില്ല. പക്ഷേ കരച്ചിലിനിടയ്ക്ക് ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നോക്ക് ജോയ്സ്, നീ സഹതാപത്തിന് അർഹയല്ല. വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട ഞാൻ, ജനങ്ങളോട് സുവിശേഷം അറിയിക്കുന്ന ഞാൻ. അവൻ ചോദിച്ചു, ഞാൻ നിന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? യേശു കടൽക്കരയിൽ വന്നിട്ട് അവരോട് ചോദിച്ചത് അതായിരുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയോ? എനിക്ക് ശരിക്കും തലവേദന തോന്നി. ഞാൻ ക്ഷീണിച്ചു. എന്റെ കഴുത്ത് വേദനിച്ചു. ഒരു ദിവസം പാഴായി. അന്നത്തെ ദിവസം നശിച്ചു. മക്കൾക്ക് ഞാനൊരു മോശമായ ഉദാഹരണമായി. ഒടുവിൽ ഞാൻ ഒന്ന് തീരുമാനിച്ചു, ഇനി ഒരിക്കലും ഈ വിഡ്ഢിത്തം ഞാൻ ചെയ്യില്ല. അതുപോലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ അതുപോലൊരു തീരുമാനം എടുക്കേണ്ടതാകുന്നു. ഒടുവിൽ വികാരാവേശം കൊണ്ട് ജീവിതം നശിപ്പിക്കാൻ ഇനി വയ്യെന്ന് തീരുമാനമെടുത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു.